പള്ളിക്കൂടത്തിൽ പോകുന്ന നമ്മുടെ മക്കൾ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഒരു കുട്ടി പാമ്പ് കടിച്ച്, സ്കൂളിൽ വെച്ച് പാമ്പ് കടിച്ചു വെച്ചു. കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ അതിനടുത്ത വർഷമോ. ഇപ്പോൾ ഇന്ന് കൊല്ലത്തെ ഒരു സ്കൂളിൽ, തേവലക്കര സ്കൂളിലെ ഒരു കുഞ്ഞുമോൻ മിഥുൻ, അവൻ സ്കൂളിലെത്തി അവൻ്റെ ചെരുപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ നടത്തിയ ശ്രമത്തിനിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. എന്ന് പറഞ്ഞാൽ വെറുതെ ഏതെങ്കിലും സ്വിച്ചിൽ നിന്നുമല്ല, വൈദ്യുത ലൈനിൽ കൈ തട്ടി വീഴാതിരിക്കാൻ ആ കുഞ്ഞ് പിടിച്ചത് ഇലക്ട്രിക് കമ്പിയിലാണ്, പോസ്റ്റിൽ നിന്നുള്ള കമ്പി. ഇങ്ങനെ ഒരു വൈദ്യുത ലൈൻ സ്കൂളിനോട് ചേർന്ന് പോകുന്നത് ആരും കണ്ടില്ല ഇതുവരെ. അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, സ്കൂളിനൊരു പ്രധാനപ്പെട്ട കെട്ടിടമുണ്ട്. അതല്ലാതെ ഇവർ സൈക്കിളുകൾ വെക്കാനായിട്ട് ഒരു താൽക്കാലിക ടിൻ ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷെഡുണ്ട്. അത് ആ ഷെഡ് ആരെയും അറിയിക്കാതെ, അനുവാദമൊന്നും ഇല്ലാതെ പണിതിരിക്കുന്നതാണെന്നാണ് വാർത്തകളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഷെഡിന് എവിടെ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ വൈദ്യുത ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ മുമ്പ് പഠിച്ച് ഇപ്പോൾ വലിയ ഉദ്യോഗസ്ഥന്മാരായ ആളുകളൊക്കെ പറയുന്നുണ്ട്, ഇത് ആ കാലത്തും ഇങ്ങനെ തന്നെയാണ് ആ വൈദ്യുത ലൈൻ ഉണ്ടായിരുന്നത്. സ്കൂളുമായിട്ട് വളരെ ചേർന്ന്, അതായത് നമ്മൾ ഒരു 6 അടി പൊക്കമൊക്കെ ഉള്ള ആളുകൾ എഴുന്നേറ്റ് നിന്നാൽ തലയിൽ മുട്ടുന്ന അത്രയും പൊക്കമേ ഉള്ളൂ ഇതിന്. സ്കൂളിലെ അധ്യാപകർക്ക്, പ്രധാന അധ്യാപകർ, PTA ആർക്കും അതിക്കാലം അത്രയും ആശങ്ക തോന്നിയില്ല എന്നല്ല, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട്. വൈദ്യുതി ബോർഡ് ഇതിൻ്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് ശിവൻകുട്ടി മന്ത്രി ഇന്ന് ചാനലിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവിടുത്തെ ഹെഡ് മിസ്ട്രസ്, വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ, ഇത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതിന് കിട്ടിയോ, അതൊക്കെ നോക്കണ്ടേ ഈ കെട്ടിടത്തിന് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് പ്രധാനപ്പെട്ട കെട്ടിടത്തിൽ നിന്ന് കുട്ടിയുടെ ചെരുപ്പ് ഈ താൽക്കാലിക ഷെഡിന്റെ മുകളിലേക്ക് വീണപ്പോൾ അത് എടുക്കാനായിട്ട് കുട്ടി പോയതാണ്. അപ്പൊ തെന്നി പോയപ്പോ കിട്ടിയെടുത്ത് യാതൊരു റിഫ്ലക്സ് ആക്ഷൻ ആണ്, അങ്ങ് പിടിച്ചു. നമ്മുടെ ഇപ്പൊ ഉമ്മ MLA വീണില്ലേ, ഉമ്മ MLA കയറി പിടിച്ചത് ഈ വെറുതെ ഒരു നാട പോലെ സംഗതിയിലല്ലേ. നമ്മൾ എവിടെയെങ്കിലും സ്ലിപ്പ് ചെയ്യുമ്പോ ശരീരം സ്വമേധയാ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതെ, എവിടെയെങ്കിലും പിടിക്കണം എന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അതൊരു ബ്രെയിനിന്റെ ഒരു ആക്ഷനാണത്. നമ്മുടെ പല അവയവങ്ങളും ബ്രെയിനിൽ ഒന്നിച്ചാണ് മാപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമല്ലോ. അപ്പൊ ആ മാപ്പ് ചെയ്തതിൽ ചില അവയവം നഷ്ടപ്പെട്ടാലും പിന്നെയും, ഇപ്പോ ഒരു ആളുടെ കൈ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, ഇത് ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിനിൽ VS രാമേന്ദ്രൻ എഴുതിയിട്ടുണ്ട്, ന്യൂറോ സയന്റിസ്റ്റ്. നമ്മുടെ ഈ കൈ ചെതിച്ചു പോയിരിക്കട്ടെ, പക്ഷെ ബ്രെയിൻ മാപ്പിങ്ങിൽ നിന്ന് ഇത് പോയിട്ടില്ല. ഒരു ഫോൺ വരികയാണെങ്കിൽ അപ്പോഴും ഈ സെൻസേഷൻ എടുക്കാനുള്ള ഇതിങ്ങനെ വരും എന്ന് പറഞ്ഞ പോലെ, ഇത് ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായ ആക്ഷനാണ് ആ കുട്ടിയുടെ. ആ കുട്ടി എന്തിന് ഈ വൈദ്യുത കമ്പിയിൽ പിടിച്ചു അവർ അറിഞ്ഞുകൂടായിരുന്നോ, കറണ്ട് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ വെറും അസംബന്ധമാണ്. ഈ അപകടങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങളാണല്ലോ നടത്തേണ്ടിയിരുന്നത്. ഇത് ആ വഴിക്ക് പോകുന്ന വൈദ്യുതി ബോർഡ് എല്ലാ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്, ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ സഞ്ചരിക്കുമ്പോൾ എത്ര സ്ഥലത്ത്, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഈ ഒരു മാവുണ്ട്, അപ്പുറത്തെ വീടുമുണ്ട്. ഈ മാവിൽ നിന്നുള്ള കമ്പൊക്കെ തട്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടി പോകുന്ന ലൈൻ വളരെ താഴ്ന്നിട്ടാണ് പോകുന്നത്. നമ്മളിത് കെയർഫുള്ളായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് നമ്മുടെ കൈയൊന്നും, ഇങ്ങനെ താഴ്ന്ന ലൈനുകൾ ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും കാണാൻ നമ്മൾ സഞ്ചരിക്കുമ്പോൾ. ഇത് അപകടമല്ലേ എന്ന് നമുക്ക് തോന്നും. ഈ തേവലക്കരയിൽ മാത്രമല്ല ഇത്. ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന ലൈൻസ് ഉണ്ടല്ലോ മെയിൻ ഇതിൽ നിന്ന്, ഇത് 3 ഫേസ് കണക്ഷനാണിത്. 3 ഫേസ് കണക്ഷൻ്റെ ലൈനാണ്. പോസ്റ്റിൽ നിന്ന് പല സ്ഥലത്തേക്കും പോകുന്ന ലൈനുകൾ ഇപ്പോൾ വളരെ താഴ്ന്നാണെന്നുള്ളത് നമുക്ക് കേരളത്തിലെമ്പാടും കാണാം. ഇത് മുമ്പൊക്കെ വലിയ പോസ്റ്റുകൾ ഉണ്ടായിരുന്നില്ലേ, കോൺക്രീറ്റ് പോസ്റ്റുകൾ. ആ കോൺക്രീറ്റ് പോസ്റ്റുകൾ കുറേയും കൂടി മുകളിൽ കൂടിയൊക്കെയാണ് പോയിരുന്നത്. പിന്നെ അതൊക്കെ മാറിയില്ലേ. അപ്പോൾ വളരെ താഴ്ന്നാണ് ഇത്. പിന്നെ ചില കാലത്ത് മാത്രം ഈ മഴയ്ക്ക് മുമ്പോ മറ്റോ ഈ കമ്പുകൾ
മരക്കൊമ്പുകൾ മുറിക്കാനായിട്ട് ഇവര് എന്തോ വാളും പരിചയമൊക്കെ ആയിട്ട് ഈ വൈദ്യുതി ബോർഡിൻ്റെ ആളുകൾ വരാറുണ്ട്. അല്ലാതെ ഈ ശരിക്കും ഈ കുട്ടിയെ കൊന്നതാണ് ഈ രണ്ടു കൂട്ടരും ചേർന്നിട്ട്. ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പും വൈദ്യുതി വകുപ്പ് കെ കൃഷ്ണൻകുട്ടിയുടെ അടുത്ത മാധ്യമപ്രവർത്തകർ ചെന്നിരുന്നു. ഒരു വാചക പുള്ളി പറഞ്ഞില്ലല്ലോ, ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന്. ക്ലോസ് ചെയ്യാം. വൈദ്യുതി ബോർഡിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇയാളുടെ മകനൊന്നും അല്ലല്ലോ മരിച്ചത്. അത് അങ്ങനെ കാണണമല്ലോ. ഒരു ജീവൻ പൊലിഞ്ഞുപോയി. അത് ആ കുട്ടി 8ാം ക്ലാസ്സിലേക്ക് കയറിയിരിക്കുന്നു അല്ലേ. ആ കുട്ടിയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹൈസ്കൂൾ, ഇത് ബോയ്സ് ഹൈസ്കൂളാണ്, ഹൈസ്കൂൾ കാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ആ കുഞ്ഞിനെ പറ്റിയ കുടുംബത്തിന് വലിയ പ്രതീക്ഷകളുമുണ്ട്. ആ പ്രതീക്ഷകൾ മുഴുവൻ തട്ടിത്തകർക്കുന്ന വിധത്തിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ കുറേ നാളായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് മറ്റേ തോമസ് ഐസക് ഉണ്ടാക്കിയൊരു സംഗതിയില്ലേ, കിഫ്ബി, ഇതുകൊണ്ട് സ്കൂളുകൾ മുഴുവൻ നന്നാക്കുന്നു, അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ മറ്റ് കോൺവെന്റ് സ്കൂളുകളിൽ നിന്നൊക്കെ പിരിഞ്ഞിട്ട് കുട്ടികൾ ഇവിടെ വരുന്നു അല്ലേ. ന്യൂയോർക്ക് നഗരത്തിലെ റോഡുകൾ പോലെ ഇവിടുത്തെ റോഡുകൾ വന്നിരിക്കുന്നു. ഇങ്ങനെയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരം മുഴുവൻ തകർന്നിരിക്കുന്നു. ഇപ്പോൾ മറ്റേ കീം പരീക്ഷയുടെ കാര്യം കണ്ടില്ലേ, ഇത് ഒന്നിച്ചാക്കാൻ പോയിട്ട് പറ്റിപ്പോയത്. കാരണം എല്ലാവരെയും ജയിപ്പിക്കുക, രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മെറിറ്റ് കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ നിലവാരം പോകുന്നതിൻ്റെ കൂടെ സ്കൂളുകളുടെയും കെട്ടിടങ്ങളും ഒക്കെ ഇതുപോലെ ഇരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ അറിഞ്ഞിട്ടായിരിക്കണം പിണറായി വിജയൻ ശിവൻകുട്ടിയെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത്. അതായിരിക്കും. അപ്പോൾ ശിവൻകുട്ടി എന്ന് വിളിക്കുമ്പോൾ ഇതുവരെ കോവൂർ കുഞ്ഞുമോനാണ് അവിടുത്തെ MLA. കോവൂർ കുഞ്ഞുമോൻ ഇതുവരെ ആ സ്കൂളിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നവരെ ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് പോയിട്ടില്ല. 3.25 പോയിട്ടില്ല. അപ്പോൾ നാട്ടുകാർ മുഴുവൻ അവിടെ തടിച്ചു കൂടുന്നുള്ള ഉറപ്പാണ്. നാട്ടുകാർ മുഴുവൻ കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും വൈദ്യുത ബോർഡിനെയും, മുമ്പ് എൻ്റെ നാട്ടിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോവുമായിരുന്നു. അത് വൈദ്യുത ബോർഡും വേറെ ആരോ തമ്മിലുള്ള എന്തോ തർക്കമാണ്. ഇത് ഒരാഴ്ചയൊക്കെ നാട്ടുകാർ സഹിച്ചു. അത് കഴിഞ്ഞ് 8ാം ദിവസമായപ്പോൾ നാട്ടുകാർ മുഴുവൻ കൂടി ആ തൃപ്പൂണിത്തുറ മഹാത്മാ ലൈബ്രറിയുടെ അപ്പുറത്തായിരുന്നു ഈ വൈദ്യുത ബോർഡിൻ്റെ ഓഫീസ്. ഇതിന് തീയിട്ടു നാട്ടുകാർ കൂടിയിട്ട്. അതേത് കാലത്ത്? ഇത് എനിക്കൊരു 50 കൊല്ലം മുമ്പ്. 50 കൊല്ലം മുമ്പ് ഞാൻ ഇത് കാണുന്നുണ്ട്. കാരണം ലൈബ്രറി മുകളിലാണ്, ഞാൻ ലൈബ്രറിയിലുണ്ട്, ആ സ്റ്റേഴ്സിൻ്റെ ഒക്കെ മുകളിലുണ്ട്. അപ്പോൾ ഈ ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നതും ഇത് കത്തിക്കുന്നതൊക്കെ കാണാം. അതുവരെയുള്ള ആളുകൾ അന്ന് ഇതുപോലെയൊന്നും കണക്ഷനൊന്നും കിട്ടില്ല വൈദ്യുതി. കുറെ നാൾ കാത്തു നിന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഇതൊക്കെ കത്തിപ്പോയിട്ടൊക്കെ ഉണ്ടാവാം അപേക്ഷ. പക്ഷെ ജനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ക്ലീനായി. ഒരു പരാതിയില്ല. ആരോടോ ഒക്കെയുള്ള വൈരാഗ്യം തീർക്കാനോ ഒക്കെ ഫ്യൂസ് അങ്ങൂരിയേക്കുക, ഷട്ട് ഡൗൺ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഇത് നമുക്ക് കാണാം. ഇറ്റ് ഈസ് ക്വൈറ്റ് വിസിബിൾ. ഈ ലൈൻ ഇങ്ങനെ ഇത്തരം കുട്ടികൾ പഠിക്കുന്ന സ്ഥലമല്ലേ, 5-6 വീട്ടിലേക്ക് പോകുന്ന ഒരു ലൈൻ പോലും അല്ലേ ഇത്, ഇല്ലേ? 1000 കുട്ടികളൊക്കെ പഠിക്കുന്നൊരു. ഞാൻ ആലോചിക്കുന്നത് ഓരോ കാലാകാലങ്ങളിൽ ഓരോ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പും സ്കൂളുകളിൽ ഒരു സംഘം വന്നിട്ട് ഫിറ്റ്നസ് ഒക്കെ പരിശോധിക്കും, കെട്ടിടത്തിൻ്റെ അവസ്ഥ, ആരോഗ്യമൊക്കെ നോക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് മുകളിലോട്ട് നോക്കാൻ കണ്ണില്ലായിരുന്നു. ഈ വൈദ്യുതി ലൈൻ അതിലെ പോകുന്നത് അപകടമാണ് എന്ന് ചിന്തിക്കാൻ സ്കൂൾ പരിശോധനയ്ക്ക് വന്ന ഈ DO AEO ഒക്കെ ആണല്ലോ വരുന്നത്. ഇവർക്കാർക്കും കണ്ണുണ്ടായിരുന്നില്ലേ? അതോ അങ്ങനെ പോട്ടെ, കാരണം എൻ്റെ മക്കളൊന്നും പഠിക്കുന്നില്ലല്ലോ എന്ന മനോഭാവമാണ്. ശരിക്കും ഈ സ്കൂളിന് ഫിറ്റ്നസ് കൊടുത്ത ആളുകളെ മുതൽ നടപടിയെടുത്ത് പുറത്തുനിന്ന് ചോദിക്കുന്ന പോലെ ഓരോ സ്കൂളിൻ്റെ ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര സർക്കാർ സ്കൂളുകൾ പഠിപ്പിക്കാൻ പറ്റും, നിലനിൽക്കാൻ പറ്റും? എത്രയോ സ്കൂളുകളിൽ ചോരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് കണ്ടില്ലേ? കോട്ടയം മെഡിക്കൽ കോളേജിൽ മറ്റേ അണുവിമുക്തമാക്കേണ്ട ഭാഗം ഓപ്പറേഷൻ തീർന്നില്ലേ, അവിടെ ചോർന്നു വിളിക്കുന്നു. മഴവെള്ളമാണല്ലോ ഏറ്റവും ശുദ്ധമായ ജലം. അപ്പോൾ അണുവിമുക്തമാക്കാൻ അത് നല്ലതായിരിക്കും, പ്രകൃതിജന്യമായ ജലമാണല്ലോ. അതെ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വലിയ ക്ഷീണം തോന്നുകയാണെങ്കിൽ ഒരു പാത്രമോ മഗ്ഗോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ ശുദ്ധജലമാണ്, ക്ഷീണം വരുമ്പോൾ കുടിക്കാം എന്ന് പറഞ്ഞിട്ട്. ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന സർക്കാർ കെട്ടിടങ്ങളൊന്നും ഇതൊക്കെ വെറുതെ പറഞ്ഞത്. ആ കിബി സ്കൂൾ നന്നാക്കുന്നത് ഇപ്പോൾ പ്രദീപ് കുമാർ കോഴിക്കോട്
അദ്ദേഹമാണല്ലോ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തിനെ സഹായിച്ചതൊക്കെ ഇൻഫോസിസ് അല്ലേ, ക്രിസ് ഗോപാലകൃഷ്ണനോ അങ്ങനത്തെ പ്രൈവറ്റ് എന്റർപ്രൈസ് അല്ലേ കമ്പനികളൊക്കെ സഹായിച്ചിട്ടാണ് പല MLA-മാരും അത് നന്നാക്കിയെടുത്തത്. അവരുടെ വ്യക്തിപരമായ മിടുക്കാണ്. വ്യക്തിപരമായ മിടുക്കായിരുന്നു അതിൻ്റെ അകത്ത്. മാത്രമല്ല കിഫ്ബി വരുമാനം കിട്ടുന്ന പരിപാടികളല്ലോ ഇത് നന്നാക്കുന്നത്. അപ്പം അങ്ങനെ സർക്കാരിനൊരു പരിപാടി ആകാം, ഓരോ സ്ഥലത്തും സ്കൂളുകൾ ദത്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ് പദ്ധതിയൊക്കെ കൊണ്ടുവരാം. ഇതൊക്കെ പക്ഷേ ലളിതമായിട്ട് ചെയ്യാവുന്നതായിരുന്നു. ഈ ലൈൻ കുറച്ചുകൂടി മുകളിൽ കൂടി കൊടുക്കുക, ആ സൈക്കിൾ വെക്കാനുള്ള ഒരു കെട്ടിടം അവിടെ ഉണ്ടെങ്കിൽ ഈ ലൈൻ ഇല്ലാത്ത ഭാഗത്ത് ആ കെട്ടിടം ഉണ്ടാക്കുക. സ്കൂൾ തേവലക്കര സ്കൂളിന് പിന്നെയും പറമ്പ് കുറയില്ലേ? അതെ അതെ. ഈ ഭാഗത്ത് ഈ കെട്ടിടം ഉണ്ടാക്കാതെ താൽക്കാലിക ഷെഡ് വേറൊരു ഭാഗത്ത് ഉണ്ടാക്കാം. ഇനി നമ്മുടെ സംസ്ഥാനത്ത് എത്ര സ്കൂളുകളിൽ ഇതുപോലെയുള്ള അപകടം വാവിളർത്തി നിൽക്കുന്നുണ്ടായിരിക്കും? അതും ഉണ്ടാവും. കാരണം ഇത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് പാസ്സായിപ്പോയ പല ആളുകളും ഇത് കുറേ വർഷങ്ങളായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇതുമായിട്ട് യൂസ്ഡ് ആവുകയാണല്ലോ. ഇതിങ്ങനെ കണ്ടില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. കാരണം റെയിൽവേ തീവണ്ടി പാളത്തിന്റെ അടുത്ത് വീടുള്ള ആളുകൾക്ക് തീവണ്ടിയുടെ ശബ്ദം കേട്ടാലേ ഉറക്കം വരുള്ളൂ. അതൊരു താളമാണ്, പാട്ട് പോലെ എന്ന് പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ കണ്ടാണ് ശീലം. അപ്പോൾ അവരും സ്കൂളുകാരും ഇങ്ങനെ അലസമായിട്ടേ ഇത് കാണുള്ളൂ. ഏതായാലും ഇതിന്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണമെന്നോ വല്ലതും പറഞ്ഞാൽ തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗം പ്രതിഷേധിക്കും. അത് പ്രതിഷേധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.